നമസ്കാരം. ഈ വീഡിയോയിൽ കായപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് LGയുടെ കട്ടിക്കായമാണ്. കായം ഏത് ബ്രാൻഡായാലും ഈ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. കട്ടിക്കായം പൊടിച്ചു ചേർക്കുന്ന കറികളുടെയും അച്ചാറിൻ്റെയും രുചിയും മണവും ഒന്ന് വേറെ തന്നെയാണ്. കായം തല്ലി പൊട്ടിക്കുന്ന പാടോർത്ത് ചിലരെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്ന കായപ്പൊടിയാണ് ചേർക്കാറ്. ഇതുപോലെ കായം പൊടിച്ചു വെക്കുവാണെങ്കിൽ സാമ്പാർ വെക്കുമ്പോൾ കായം തല്ലി പൊട്ടിച്ച് ഇതെങ്ങോട്ട് പോയി എന്നറിയാതെ തപ്പി സമയം കളയണ്ട. പുതിയ കായം തുറന്ന ഉടനെ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും. കത്തി ഉപയോഗിച്ച് ആദ്യം ഇത് 2 കഷ്ണങ്ങളാക്കാം. 100 ഗ്രാം കായം ഏകദേശം 50 ഗ്രാം വീതമുള്ള 2 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഒരെണ്ണം പൊതിഞ്ഞു മാറ്റി വെക്കാം. ഈ ഒരു കഷ്ണം ആദ്യത്തെ രീതിയിൽ വറുത്തു പൊടിക്കാം. കണ്ടില്ലേ, ഇത് വളരെ സോഫ്റ്റാണ്. കൈകൊണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ടിംഗ് ബോർഡിൽ നിരത്തി വെക്കാം. കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതുപോലെ നേർത്ത കഷ്ണങ്ങളാക്കി വെക്കാം. വറുക്കുമ്പോൾ എല്ലാം ഒരേ സമയം റോസ്റ്റായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നൂറ് ഗ്രാം കായത്തിൽ നിന്നും ഏകദേശം 50 ഗ്രാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കായം സോഫ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതുപോലെ തിന്നാക്കിയെടുക്കണം. ഹാർഡായി കിട്ടുന്നതിനായിട്ട് കായം അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കായം ആദ്യത്തെ പോലെ സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഇനി വറുക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. സാമ്പാറിന് വറുക്കുന്നതിൽ ചേർക്കണമെങ്കിൽ ഈ കഷ്ണങ്ങൾ ഒരു കുപ്പിയിലിട്ട് സൂക്ഷിക്കാം. വറുത്തു പൊടിക്കുന്നതിനായി പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇടവിട്ട് ഇളക്കി ഇത് വറുത്തെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വറുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ റോസ്റ്റായി കിട്ടുന്നതിനായിട്ട് സമയമെടുത്ത് ഇളക്കി വറുക്കാം. ഒട്ടും എണ്ണ ചേർക്കാതെയാണ് കായം റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുക്കരുത്. കായത്തിൻ്റെ രുചിയും മണവും നഷ്ടപ്പെടും. ഇപ്പോൾ കഷ്ണങ്ങൾ വീർത്ത് വലുതായി വരുന്നുണ്ട്. കായം റോസ്റ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നൈസായി പൊടിച്ചെടുക്കാം. കായപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണങ്ങിയ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം. ഈ കായപ്പൊടി മാസങ്ങളോളം കേടാവാതെ ഉപയോഗിക്കാം. നമ്മൾ ആദ്യം മാറ്റിവെച്ച 50 ഗ്രാം കായം എങ്ങനെയാണ് മൈക്രോവേവിൽ ചൂടാക്കി പൊടിക്കുന്നതെന്ന് നോക്കാം. ഇത് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് വെക്കാം. ഇത് അവനിലേക്ക് വെച്ച ശേഷം മൈക്രോവേവ് ചെയ്തെടുക്കാം. മൈക്രോവേവ് മോഡിൽ ഹൈ പവർ, അതായത് 100 സെലക്ട് ചെയ്യാം. ടൈം 1 മിനിറ്റ് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. ചൂടായി തുടങ്ങുമ്പോൾ കായം വളരെ സോഫ്റ്റായി വീർത്ത് വലുതായി വരുന്നതായിട്ട് കാണാം. ഇത് നോർമലാണ്. മൈക്രോവേവ് ഓഫായ ശേഷം അല്പസമയം കൂടി കഴിഞ്ഞ് കായം തൊട്ട് നോക്കാം. ഹാർഡാണെങ്കിൽ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആണെങ്കിൽ അല്പസമയം കൂടി മൈക്രോവേവ് ചെയ്യാം. യൂഷ്വലി 50 ഗ്രാം കായം 1 മിനിറ്റിൽ റോസ്റ്റായി കിട്ടും. ബൗളിൽ നിന്നും കായം പെട്ടെന്ന് ഇളകി വരുന്നില്ലെങ്കിൽ ബൗള് അല്പസമയം തണുത്ത വെള്ളത്തിൽ വെച്ചാൽ മതി. റോസ്റ്റ് ചെയ്തെടുത്ത കായം ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ കായപ്പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.